ഹായ് വിശവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് ഇന്നും അടിപൊളിയായിട്ട് ഒരു ചെറുതേനീച്ച കോളനി വന്ന് കയറി കേട്ടോ. അതായത് വന്ന് കയറിയത് നമ്മുടെ കെണിക്കൂടിലാണ്. അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ബച്ചാമാർ ഇത് വീട്ടിൽ നമുക്കൊരു അടിപൊളി ഒരു കോളനി വന്ന് കയറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ സാധാ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കെണിക്കൂടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇതേപോലെ ഓരോരോ പുതിയ കെണിക്കൂടുകൾ നമുക്ക് കെണിക്കൂടിനകത്തും അല്ലാതെയൊക്കെ വേറെ കൂടിലേക്ക് ആക്രമിച്ച് കയറാൻ വന്ന ഈച്ചകളെ നമ്മൾ വേറെ കാലി ബോക്സ്, അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോക്സുകളൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്താ പറയുക, ആദ്യം കുറച്ച് ഈച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഒരുപാട് ഈച്ചകൾ വന്നു കേട്ടോ. ഒരുപാട് ഈച്ച വന്ന് ആ കൂട്ടിലേക്ക് കയറിക്കൊണ്ടെങ്കിരിക്കുകയാണ് കേട്ടോ. അതിൽ കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു പകുതി ഈച്ചയോളം അതിനകത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പരിസരത്തായിട്ട് നമ്മൾ വേറെയും കെണിക്കൂട് സ്ഥാപിച്ചു കേട്ടോ. അതായത് ഇപ്പോൾ ഈ കാണുന്ന നമ്മളെ മെയിനായിട്ടുള്ള ഒരു മദർ കോളനിയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ട്രെങ്തുള്ളൊരു കോളനിയാണ്. ആ കോളനിയിലാണ് ഇവർ വന്ന് കയറാൻ ആദ്യം അതായത് കുറച്ച് ശ്രമിച്ചത്. പക്ഷേ ഞാനിങ്ങനെ നമ്മൾ പേപ്പറൊക്കെ വെച്ച് സൈഡൊക്കെ മറിച്ചോട്ടോ. ഈ സൈഡ് വഴിയൊക്കെ പക്ഷേ ഗ്യാപ്പില്ല എങ്കിലും അവർ ആ സൈഡിലെല്ലാം വന്ന് ഇങ്ങനെ എന്താ പറയുക സെറ്റായൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ 2 കെണിക്കൂടി നമ്മൾ അഡീഷണലി അവിടെ ഉടനെ സെറ്റ് ചെയ്ത് കേട്ടോ. പക്ഷേ അതിലൊന്നും കയറിയില്ല. അവർ വീണ്ടും തിരിച്ച് ആ കയറാൻ ഉദ്ദേശിച്ച കറക്റ്റ് ആ കെണിക്കൂട്ടിനകത്ത് തന്നെ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ മറു സൈഡിലായിട്ട് നമുക്ക് വേറെ ഒരു കൂട്ടിൽ ഇതേപോലെ ഒരു കോളനി വന്നു. അതും ഏകദേശം കുറച്ചൊക്കെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കെണിക്കൂടെന്ന് പറയുന്നത് ഞാൻ വേറെ പുറത്തൊരു സ്ഥലത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് എടുത്തത്. അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ 2ാമത്തെ ഇതാണ് കേട്ടോ. ആ കൂടാണ് ഇത്. ഈ കൂട്ടിലേക്ക് ഇങ്ങനെ ഈച്ച വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പുറത്തുനിന്നൊക്കെ ഇങ്ങനെ സെറ്റടിച്ച് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ കോളനിയിൽ പകുതി കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ കെണിക്കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു കെണിക്കൂടാണ്. ഇതിനകത്തും ഈച്ച ഉണ്ട് കേട്ടോ. ഇതും വന്ന് കയറിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം നമ്മൾ ഇടയ്ക്കൊന്ന് തുറക്കുന്നൊരിതുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോളനിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അത് ഇതേപോലെ വന്ന് ഇതേപോലെ ഒരു നല്ലൊരു സ്ട്രെങ്തുള്ള കോളനിയിൽ ആക്രമിച്ചിട്ടുണ്ടെന്നപ്പോഴേ ഞാനെടുത്ത് സെറ്റ് ചെയ്തതാണ്. ഇതൊരു മീറ്റർ ബോർഡാണ് കേട്ടോ. അതായത് നമ്മൾ ഓൺ ഓഫൊക്കെ ചെയ്യില്ലേ, പഴയത്. അപ്പോൾ അതങ്ങനെ പൊളിച്ചപ്പോഴേ ഞാനവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതിൽ നിന്നും മുൻപ് ഞാൻ ഈച്ച എടുത്ത് നമ്മൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കെണിക്കൂട്, അതായത് ഇത് മീറ്റർ ബോർഡിൽ ഇന്നും നമ്മൾ ലൈവിൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നു കേട്ടോ ഈ കെണിക്കൂടിനെ കുറിച്ച്. അപ്പോൾ അവർ മീറ്റർ ബോർഡിലേക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മീറ്റർ ബോർഡിൽ വലിയ ഡേഞ്ചർ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യണം. ഞങ്ങളിത് ഒരുപാട് പഴക്കമുള്ള മീറ്റർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലാണ് കറക്റ്റ് ആ എൻട്രൻസിലാണ് ഞാൻ കറക്റ്റ് ആ ഓസ് ആ പൈപ്പിങ്ങിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നേരെ നമ്മളെ ഈ മൺചട്ടിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മാസം ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിനകത്ത് ഈച്ചകളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ മുൻപ് ഞാനൊരു വീടിൻ്റെ സൈഡിൽ അതായത് വീടിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരുപാട് വേറെയും കൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് കെണിക്കൂടൊക്കെ അവിടെ വെച്ച് സെറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ആ കെണിക്കൂടെല്ലാം എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ഈച്ച മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷേ നമ്മൾ എത്ര നോക്കിയിട്ടും ഇതിനകത്ത് ഈച്ച അങ്ങനെ സെറ്റായില്ലായിരുന്നു കേട്ടോ. കുറച്ച് ഈച്ചകൾ മാത്രം ഇരിക്കും. പക്ഷേ ഈ എൻട്രൻസും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മെഴുകി വെച്ച് നല്ല സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കൂടുതലാണ് നമുക്ക് ആവശ്യം കേട്ടോ. കുറച്ച് ഈച്ചകളൊക്കെ നേരത്തെ താമസിച്ചിരുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം കൂട്ടിനകത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞ ഈച്ചകൾ പെട്ടെന്ന് ഇതിനകത്ത് കയറും കേട്ടോ. ഇനി നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റും കേട്ടോ. അതായത് ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വലിയ നമ്മളെ ഈ 2 ലിറ്ററിൻ്റെയൊക്കെ 7up ഒക്കെ വാങ്ങിക്കുന്ന കുപ്പിയുണ്ടല്ലോ, ആ കുപ്പിയുടെ ഒരു പീസാണ് നമ്മൾ വെച്ചിരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് നമുക്ക് ആ ഒരു ഈച്ച കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കെണിക്കൂട്, അതുപോലത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെ പഴയ കൂട് തന്നെ ഞാനന്നങ്ങനെ സെറ്റ് നമ്മൾ ഒരിടത്ത് ഒതുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കി ഇനി അതിനകം എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിനകത്തും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈച്ചകളൊക്കെ വന്ന് കയറും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതാണ് ഇതിനകത്തുള്ള ആ ഒരു തേനാണ് കേട്ടോ. അത് അന്ന് വെച്ച തേനാണ്. അതിപ്പോൾ എന്താ പറയുക ഒരു ഫംഗസും കാര്യങ്ങളൊക്കെ അതിലായിട്ടുണ്ട്. അപ്പോൾ ആ കൂട് നല്ലതുപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ എൻ്റെ കൈയുടെ ഇടത് സൈഡിലെ ബോക്സിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് ഇടയ്ക്ക് കുറച്ച് ഈച്ചകളൊക്കെ വന്നതായിരുന്നു കേട്ടോ. അവർ ആ ഫ്രണ്ടിലത്തെ പീസിൽ കാണുമ്പോൾ മനസ്സിലാവും ആ മഞ്ഞ കളറിലിരിക്കുന്നത്. അത് നമ്മളിവിടുത്തെ ഈ ഒരു മരത്തിൽ നിന്നുള്ള കറയാണ് കേട്ടോ. അതായത് നമ്മളെ മാംഗോസ്റ്റിൻ്റെ ആ ഒരു കറയാണ് അവർ സെറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അതിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബോക്സ് വീണ്ടും നല്ലതുപോലെ അടച്ച് നല്ല സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്ട്രോങ് ആക്കി എടുത്ത് ഇതാണ് നമ്മൾ പഴയ എൻട്രൻസ് ആയിരുന്ന ഭാഗം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഈ ഭാഗത്ത് നമ്മൾ ഒരു ചിരട്ടയാണ് വയ്ക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ചിരട്ട വെച്ച് ആ സൈഡ് നമ്മളൊന്ന് അടച്ചെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് അടയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ചിരട്ട വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മളത് ഈ ഭാഗത്താണ് നമ്മളെ അന്ന് ആ കെണിക്കൂട് ആ ഭിത്തിയിൽ കൊടുത്തിരുന്ന ഓസാണ് കേട്ടോ. ഇത് വാട്ടർ ലെവൽ, അതായത് നമ്മളെ 6M ഓസാണ് കേട്ടോ. അപ്പോൾ നമുക്കതിനെ ഇനി ഇളക്കിയെടുക്കുമ്പോഴേ അവിടെ അതിൻ്റെ ചുവട്ടിലായിട്ട് ആ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു പശയുണ്ട് കേട്ടോ.
അതായത് അതിൻ്റെ വാക്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പിടിച്ച് ഇനി അടുത്ത് പെട്ടെന്ന് ഈച്ച ഇതിനകത്ത് കയറും. അപ്പോൾ നമുക്ക് എന്തായാലും ആ സെല്ലോ ടോപ്പൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജോയിൻ്റെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു. നല്ലതുപോലെ കെട്ടി ആ കൂട് നല്ല സ്ട്രോങ് ആക്കി നമുക്ക് എവിടെയാണോ കൂടുതൽ ഈച്ചകൾ നിൽക്കുന്ന ആ ഭാഗത്ത് നമുക്കിതിനെ കൊണ്ട് കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ നമ്മൾ ആ കെണിക്കൂടിനകത്ത് ഈച്ച കയറുന്ന ഭാഗം കാണിച്ചില്ലേ, അവിടെ തന്നെയാണ് നമ്മൾ ഈ കൂടും സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വേണമെങ്കിൽ കുറച്ച് വാക്സ് വേണമെങ്കിൽ നമുക്കതൊരു പുറമേ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം വയ്ക്കുന്നില്ല, പിന്നീട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അങ്ങനെ വെച്ച് വിജയിച്ച ഒരു കൂടാണ് കേട്ടോ. ഇതിനകത്തിപ്പോൾ ഒരുപാട് ഈച്ചയെ കൊണ്ട് നല്ല സ്ട്രെങ്ത്തുള്ളൊരു കോളനിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ വെച്ച കെണിക്കൂട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈച്ചകൾ ആ മുകളിലത്തെ കൂട് നമ്മൾ വൈകുന്നേരം മാറ്റി കൊടുക്കും കേട്ടോ. മാറ്റിയതിന് ശേഷം ഇനി അടുത്ത് വരുന്ന പുതിയ ഈച്ചകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും വന്ന് കയറുകയും ചെയ്യും. അങ്ങനെ നമുക്കൊരു പുതിയ കോളനിയെ കൂടെ സെറ്റാക്കി എടുക്കാൻ പറ്റുമോ. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഈച്ച വന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ കൂടിനെ മാറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.